നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ഫാദർ സെബാസ്റ്റ്യൻ മുടക്കാലിൻ, കൊച്ചച്ചൻ ഫാദർ ടോണി, നമ്മുടെ ആനിമേറ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റർ സാരൂപ്യ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതൃസംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റ് എല്ലാ എക്സിക്യൂട്ടീവ്സ്, യൂണിറ്റ് സോൺ ഭാരവാഹികൾ എല്ലാവരെയും മാതൃദിനത്തിൻ്റെ ഊഷ്മളമായ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ദിനമാണല്ലോ നമ്മുടെ മാതൃദിനം. ഇന്ന് ഈ സുദിനം ഇതാ വന്നെത്തിയിരിക്കുന്നു. ഈ സുദിനത്തിലൂടെ നമ്മുടെ സന്തോഷവും കൂട്ടായ്മയും സഹകരണവും എല്ലാം പങ്കുവെക്കുകയും ചെയ്യാം. കോവിഡ്-19 നമ്മെ എല്ലാ തലത്തിലും ബാധിക്കുകയും നമ്മെ എല്ലാം വിഷമിപ്പിക്കുകയും ചെയ്തു. ഈ അവസ്ഥയിൽ കഴിഞ്ഞ കൊല്ലം നമ്മുടെ മാതൃദിനം ആഘോഷിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ സർവശക്തനായ ദൈവം ഈ സുദിനം ഓൺലൈനായി ആഘോഷിക്കുവാൻ നമ്മെ ഒരുക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ചനും മറ്റ് ഭാരവാഹികളും ഈ അവസരത്തിന് നേതൃത്വം നൽകുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിനം ആഘോഷിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷം ഉളവാക്കുന്നതാണ്. അമ്മ എന്ന പദം ഏവരും ഒരു പിടി നന്മയുടെ ഓർമ്മകളുമായി ഉരുവിടുന്ന പുണ്യനാമം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മയുടെ മടിത്തട്ടിലാണ് എന്ന് നമുക്കറിയാം. അമ്മ എന്നുള്ളൊരു രണ്ടക്ഷരത്തിൻ അമ്മിഞ്ഞ പാലിൻ സുഗന്ധം, അമ്മതൻ മാറിൽ ചാഞ്ഞുറങ്ങുമ്പോൾ അവികല സ്നേഹത്തിൻ സായുജ്യം. നമ്മുടെ പരിശുദ്ധ അമ്മ നമുക്ക് ഒരു മഹത്തായ മാതൃകയാണ്. അമ്മ എന്ന പദത്തിന് നാമും പരിശുദ്ധ അമ്മയെ പോലെ മാതൃകപരമായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മ എന്ന പദത്തിന് വിളക്കായും തണലായും മറ്റ് പലതരത്തിലും നാം അലങ്കരിക്കാറുണ്ട്. ഈ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ അതിൻ്റെ അർത്ഥം ഫലമണിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്നേഹവും വാത്സല്യവും ആകട്ടെ മാതൃദിനം എന്ന മാതൃസ്നേഹത്തിൻ്റെ മഹനീയത. കുടുംബത്തിൻ്റെ പ്രകാശമായ അമ്മ തൻ്റെ മാതൃത്വത്തിൻ്റെ നിറവിലൂടെ അവൾ ലോകത്തിന് വെളിച്ചമേകുന്നു. പ്രിയമുള്ള അമ്മമാരെ, ഈ പ്രകാശ ബിന്ദുക്കളുടെ ഈ സംഗമത്തിൽ നാം ആയിരിക്കുമ്പോൾ വളർന്ന് പന്തലിച്ച ഈ അമ്മ മരത്തിൻ്റെ ശൈശവകാലത്ത് ഇതിനെ പിടിച്ചു വളർത്തിയ അനേകം നല്ല കരങ്ങളെ നാം ഹൃദയം നിറഞ്ഞ നന്ദിയോടും കൃതജ്ഞതയോടും കൂടെ അവരെ ഓരോരുത്തരെയും ഈ നിമിഷത്തിൽ അനുസ്മരിക്കുന്നു. മാതൃസംഘത്തിൻ്റെ വളർച്ചയുടെ കാലങ്ങളിൽ അതിൻ്റെ സാന്നിധ്യം വഹിച്ചിരുന്ന ഈ അനുപമ വ്യക്തിത്വങ്ങൾ ഇന്ന് നമുക്ക് ഊർജവും പ്രചോദനവും പകർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നിന്നുള്ള വിയോഗം സ്വർഗത്തിലേക്കുള്ള ഒരു പുനർജന്മം ആണെങ്കിലും അവരുടെ ശാരീരികമായ അസാന്നിധ്യം ഖേദകരം തന്നെ. സ്വർഗസമ്മാനത്തിനായി വിളിക്കപ്പെട്ട നമ്മുടെ അമ്മമാരെ ഒരു നിമിഷം നന്ദിയോടെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥനയോടെ ശിരസ് നമിക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യമായി സർവശക്തനായ ദൈവത്തിൽ അർപ്പിക്കാം. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടെ നിന്നാണ് നമ്മുടെ സഹായവും പരിചയവും. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു എന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പ്രയർ ഡാൻസിനായി ഒരുങ്ങിയിരിക്കുന്ന അമ്മമാരെ ക്ഷണിച്ചുകൊള്ളുന്നു.
സോൺ 8, 9, 10-ലെ എല്ലാ അമ്മമാർക്കും നന്ദി. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ സുദിനത്തിനെ വർണ്ണപ്പകിട്ടേകുവാൻ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രസിഡന്റ് മിസ്സിസ് പ്രസീല ജോർജിയെ ക്ഷണിക്കുന്നു. Good evening, one and all. Let me start with the Bible quote. You are the salt of the earth. But if salt has lost its taste, how can its saltiness be restored? You are the light of the world. A city built on a hill cannot be hid. No one, after lighting a lamp, puts it under the bushel basket, but on the lampstand, and it gives light to all in the house. Yes, we, the mothers of DMS, are salt and light of our home, church, and society. Let us all spread the light and remove the darkness. It may start from our own home and spread to many other life spheres. As the salt makes its presence felt wherever it put, let us make our presence felt by spreading happiness, comfort, and compassion. I take pride and privilege to welcome all distinguished guests and participants to eagerly waited Madhurdinam 2021. I welcome our director, Vigar Reverend Father Sebastian, who is always guiding us with his views, vision, and wisdom. Achan is open to new ideas and new thinking. Achan is always with DMS as a guiding force. His spiritual guidance always a big boost to DMS members. On behalf of all DMS members, I heartily welcome Acha to this virtual Madhurdinam 2021. Kochachan, Father Tony Kochivite, even though not present today for our Madhurdinam, Father always make his presence felt with a smiling face. Hearty welcome Acha to this special day of Dombivli Madhu Sangam. I welcome our animator sister Sarubya, a smiling face, encouragement and response. Sister is very approachable and understanding. Sister is always trying to elevate DMS members through prayers and actions. On behalf of DMS, I welcome Sarubya sister for today's Madhurdinam. When we were thinking about a guest speaker for this day, it came to our mind that why a guest if we have somebody within us to deliver a speech useful for our mother. It was a uniform voice among the DMS executives about Dr. Minnie Richard, a practicing doctor of Ayurvedic medicine, a catechism teacher, and a YouTuber. Her simple yet elegant advice and words of wisdom is worth to listen. With immense pleasure, I proudly welcome Dr. Minnie Richard to our Madhurdinam 2021. Last not the least, I welcome all my lovely and beautiful mothers who all are attending this event through online. You are the backbone of our association. Your time, energy, commitment, hard work, vision, prayer, and teamwork is the reason where we are today. Hats off, ladies. You all are the real star of DMS. Once again, I, along with all our DMS executives, welcome all of you for today's Madhurdinam 2021. God bless you all. Thank you. Thank you, Priscilla. Lighting of the lamp. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. കുടുംബത്തിൻ്റെ വിളക്കായ നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന പ്രകാശം ഉള്ളിൽ വഹിക്കുന്നവരായ നാം ഓരോരുത്തരും ദീപം പ്രകാശിക്കുന്നതിലൂടെ
ക്രിസ്തുവിന്റെ ദിവ്യ സാന്നിധ്യത്തെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഉൾക്കൊള്ളാം. ഇരുളിൽ നിറയും ദീപമായി വരണമേ യേശുവേ, അരുളണേ വരം അടിയനിൽ ദിനം ചൊരിയണേ തിരുസ്നേഹവും. ഇരുളിൽ നിറയും ദീപമായി വരണമേ യേശുവേ, അരുളണേ വരം അടിയനിൽ ദിനം ചൊരിയണേ തിരുസ്നേഹവും. ഇരുളിൽ നിറയും ദീപമായി വരണമേ യേശുവേ, അരുളണേ വരം അടിയനിൽ ദിനം ചൊരിയണേ തിരുസ്നേഹവും. സ്നേഹം നിറഞ്ഞ വികാരിച്ചൻ ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റ്യൻ മുടക്കാലിനെ ഇന്നത്തെ സുദിനത്തിന്റെ സന്ദേശം നൽകുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതൃസംഘ അംഗങ്ങളെ, ഇന്നേ ദിവസം നമ്മുടെ ഇടവക സമൂഹത്തിൽ മാതൃദിനമായിട്ട് ആചരിക്കുന്നത് എന്നതിൽ വളരെ സന്തോഷമാണ്. അത് നമ്മുടെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിച്ചതിന്റെ വലിയൊരു ആഘോഷത്തോടും കൂടെ ആയിരിക്കട്ടെ. നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും ആചരണങ്ങളുടെയും ഒക്കെ ഒരു മാതൃക പരിശുദ്ധ കന്യകാമറിയമാണ്. പരിശുദ്ധ കന്യകാമറിയം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ മരണശേഷം അവിടുത്തെ ഉത്ഥാനം ചെയ്തതിനു ശേഷം നിരാശരായിരിക്കുന്ന ശിഷ്യന്മാര് അപ്പസ്തോല നടപടി പുസ്തകത്തിൽ പറയുന്നു, അവര് പരിശുദ്ധ ദൈവമാതാവിനോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധ ദൈവമാതാവിനോടും സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വരുന്നത്. ആത്മാവിന്റെ ശക്തിയാൽ അവരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എല്ലാ അമ്മമാരും എല്ലാ പ്രവർത്തനങ്ങളും ഒരു മാതാവ് പരിശുദ്ധ ദൈവമാതാവാണ്. ഒപ്പമായിരിക്കുക എന്ന് പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനയിലായിരിക്കുക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതാണ്. ആരുടെ കൂടെ ഒപ്പമായിരിക്കണം? ആവശ്യമുള്ള എല്ലാവരുടെയും, നിരാശരായിരിക്കുന്ന എല്ലാവരുടെയും, ജീവിതത്തിൽ വഴിമുട്ടിപ്പോയിട്ടുള്ള എല്ലാവരുടെയും, അത് നമ്മുടെ മക്കളാകട്ടെ, ഭർത്താക്കന്മാരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവരാകട്ടെ, ഇവരോടൊപ്പമൊക്കെ ഒപ്പമായിരിക്കുവാനായിട്ടും, ഒപ്പം വെറുതെ ഒപ്പം ഇരുന്നാൽ പോരാ, പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ടുമുള്ള ഒരു അനുഭവമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അനുഭവം. ഇങ്ങനെ ഒപ്പമായിരുന്നുകൊണ്ട്, പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് ഒന്നിച്ചുള്ള മുന്നോട്ട് ഉള്ള ഒരു യാത്ര, അതായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ലക്ഷ്യം എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം, മനസ്സിൽ സൂക്ഷിക്കാം. അങ്ങനെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും. നമ്മൾ ഒത്തിരി കഴിവുകളുള്ളവരാണ്. നമ്മുടെ ഇടവക സമൂഹത്തിന്റെ മാതൃസംഘത്തിന്റെ കാര്യം ഓർക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും, ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാകുന്നു, ഒപ്പമുണ്ടാകുന്നു, അതിന് നേതൃത്വം കൊടുക്കാനുണ്ടാകുന്നു, നമ്മുടേതായ രീതിയിൽ ചെയ്യുന്ന എല്ലാവരുമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള പ്രചോദനമായിരിക്കട്ടെ ഈ മാതൃദിനം എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് ഓർക്കാം, നമ്മുടെയൊക്കെ ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് സ്വർഗരാജ്യത്തിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? നിന്നെ വിശക്കുന്നവനായിട്ടും ദരിദ്രനായിട്ടും ജയിലിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ കണ്ടത് എപ്പോഴാണ്? അങ്ങനെ ചോദിക്കുന്നവരാരാണ്? സ്വർഗരാജ്യത്തിലേക്ക് അവൻ പ്രവേശിപ്പിക്കുന്നവരാണ്. അങ്ങനെ ചോദിക്കുവാനായിട്ട് ഞങ്ങൾ സാധിക്കും. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ, പ്രാർത്ഥനാനുഭവത്തില് മറ്റുള്ളവരോട് ഒപ്പമായി ഇടവസമായ എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായിൽ ഒരുമിയിരിക്കുന്നതും ഈ ഒരു ചോദ്യം കർത്താവിനോട് ചോദിച്ച് സന്തോഷത്തോടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ്. നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, ട്രോഫി കിട്ടുന്നവരാണ്, 1-ാം സമ്മാനം കിട്ടുന്നതാണ്, എല്ലാ മേഖലകളിലും അഭിമാനകരമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ആ അന്തിമ ദിവസം ഈ ഒരു അവസരത്തിൽ കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവിനോട് വളരെ സൗമ്യമായി ചോദിച്ച്, കർത്താവ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് അങ്ങയെ കണ്ടത്? ഞങ്ങൾ അന്ന് കണ്ടില്ലായിരുന്നല്ലോ, ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു, പക്ഷെ അതിനെല്ലാം കർത്താവ് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോടൊപ്പം സ്വർഗരാജ്യത്ത് പോകണം.
നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കൾ വേണം, ഭർത്താക്കന്മാർ വേണം, മാതാപിതാക്കൾ വേണം, ആരൊക്കെയുണ്ട്, കൊച്ചുമക്കൾ വേണം, എല്ലാവരും വേണം. അതോടൊപ്പം തന്നെ ഇടവക സമൂഹത്തിന്റെ എല്ലാവരും വേണം. അതിനേക്ക് ഒരു പ്രചോദന ദർശനമായിരിക്കട്ടെ ഇന്നേ ദിവസം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഗോഡ് ഫാദർ എന്ന് പറയുന്നതുകൊണ്ട് ഒരു സിനിമയുണ്ട് ഇംഗ്ലീഷിൽ, അതിന്റെ പാർട്ട് 3 ഗോഡ് ഫാദർ ചെന്ന് കർദിനാളിന്, വത്തിക്കാൻ ബാങ്കിന്റെ എല്ലാ ഇൻചാർജും ചുമതലയുമുള്ള ലംബാർത്തോ എന്ന് പറയുന്ന കർദിനാളിനോട് പോയി പറയുകയാണ്, വത്തിക്കാൻ ബാങ്ക് പൊളിഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ബാങ്കിൽ സേവനം അനുഷ്ഠിക്കും ചിലര് ഇറ്റലിയിൽ തന്നെയുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള വില ബിസിനസ്സുകാരുടെ എല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനവുമായിട്ട് അവരെല്ലാവരുടെ കൂടി പോകും, ബാങ്ക് കൊളാക്കി എന്ന് പറയും. അപ്പൊ ഈ കർദിനാള് നല്ല ഉരുണ്ട മിനുസമുള്ള ഒരു കല്ലെടുത്തിട്ട് കാണിച്ചിട്ട് അവരോട് പറയാം, ഈ കല്ല് കണ്ടോ, സുന്ദരമായ ഒരു കല്ല, ഇത്രയും നാൾ ഈ കല്ല് വെള്ളത്തിലായി, പക്ഷെ ഒരു ശകലം വെള്ളം പോലും ഈ കല്ലിന്റെ ഉള്ളിലേക്ക് കയറിയില്ല. എന്നിട്ട് കർദിനാൾ ഇത് കല്ലങ്ങ് അടിച്ചു പൊട്ടിച്ച്, എന്നിട്ട് കണ്ടു നോക്കി ഡ്രൈ ആയിട്ടിരിക്കുക അതിന്റെ ഉള്ളിൽ മൊത്തം. ഇതുപോലെയാണ് യൂറോപ്പിലുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെ ഒരു അവസ്ഥ എന്ന് പറയുക. ക്രിസ്തു മതത്തിന്റെ ഒരു കൾച്ചറിൽ അവർ ജീവിക്കുന്നതാണ്, പക്ഷെ അവരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ഒരു അംശം പോലും ഇല്ല. ഇതാണ് ഏറ്റവും വലിയ മോശകരമായിട്ടൊരു അവസ്ഥ എന്ന് പറയുക. അവൾ ക്രിസ്തുവിനെ പ്രതി ക്രിസ്ത്യാനി എന്ന പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും കേട്ടോ, പക്ഷെ ഇവയെല്ലാം തന്നെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണം. അതാണ് എപ്പോഴും അനുഗ്രഹിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും പരിശുദ്ധ മാതാവിന്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. ഒപ്പമായിരിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക. നമ്മൾ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതിയും ക്രിസ്തുവിന് വേണ്ടിയുമായിരിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസത്തെ എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ടുള്ള യാത്രയോടെയും ഉണ്ടായിരിക്കട്ടെ. നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റിനും സെക്രട്ടറിക്കും ബാക്കി എല്ലാ ഭാരവാഹിക്കും എല്ലാവിധ അഭിനന്ദനവും നന്ദിയും ഇടവ സമൂഹത്തിന്റെ പേരിൽ നേർന്നോളുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. അച്ഛൻ ഞങ്ങളുമായി ഷെയർ ചെയ്ത സന്ദേശങ്ങൾ അതിൻ്റെ ഫലപ്രാപ്തിയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. അച്ഛൻ്റെ അജപാലന പ്രവർത്തനങ്ങളിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുവാനും നല്ല ഫലസമ്പുഷ്ടമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആനിമേറ്റർ സിസ്റ്റർ സാരുബിയെ സന്ദേശം നൽകുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഓർമ്മയിൽ നിന്ന് ഒരിക്കലും അണിഞ്ഞു പോകാത്ത തിരുനാളമാണ് അമ്മ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു മാതൃദിനം കൂടി വന്നെത്തുകയാണ്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് നാം ഈ ദിനം ആഘോഷിക്കുന്നത് എങ്കിലും അതിന്റെ തനിമ കൈവിടാതെ, അന്തസത്ത കൈവിടാതെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ നാം പരിശ്രമിക്കുകയാണ്. അമലമാതാ കുടുംബത്തിലെ എല്ലാ അമ്മമാർക്കും ആദ്യമായി മാതൃദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഒരു കഥ ഇങ്ങനെയാണ്. ഒരു രാജാവ് ഒരിക്കൽ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. തന്റെ പ്രജകൾക്ക് തന്നെ കാണാനും സങ്കടങ്ങൾ ബോധിപ്പിക്കാനും ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. തങ്ങളുടെ കഷ്ടതകൾ ന്യായമെന്ന് തോന്നിയാൽ അദ്ദേഹം അത് നിവർത്തിച്ചു കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്തു. വിളംബരം കേട്ട ഒരു കൊച്ചു ബാലൻ രാജാവിനെ കാണാൻ പുറപ്പെട്ടു. എന്നാൽ രാജാവിന് കൊടുക്കാൻ അവന്റെ കയ്യിൽ സമ്മാനം ഒന്നുമില്ലായിരുന്നു. അവന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ പഴവുമായി അവൻ യാത്ര ആരംഭിച്ചു. തന്റെ ഊഴം കാത്ത് അവൻ രാജാവിനെ കാണാനായി നിന്നു. തന്റെ കൈകളിലെ ആ പഴത്തെ നോക്കി മറ്റെല്ലാവരും അവനെ പരിഹസിച്ചു. ഇത് കണ്ട് രാജസന്നിധിയിലെത്തിയ അമ്മറാണി ആ ബാലനെ മാറ്റി നിർത്തി കാര്യം തിരക്കി. അവന്റെ ദുഃഖം മനസ്സിലാക്കിയ അമ്മറാണി അവന്റെ കൈകളിൽ നിന്ന് ആ പഴം സ്വീകരിച്ച് അത് ഒരു തളികയിൽ വെച്ച് അലങ്കരിച്ച് അവനോട് പറഞ്ഞു, ഇത് നീ ഇനി രാജാവിന് സമർപ്പിക്കുക. അവൻ അമ്മറാണിയുടെ വാക്കുകൾ ചെവിക്കൊണ്ടു. തന്റെ രാജാവിന് ഇത് സമർപ്പിക്കുകയും തന്റെ ദുഃഖങ്ങൾ രാജാവിനോട് തുറന്നു പറയുകയും ചെയ്തു. കാഴ്ചകൾ സ്വീകരിച്ച രാജാവ് ആ സദസ്സിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ലഭിച്ച ഈ കാഴ്ചകളിൽ
ഏറ്റവും ഇഷ്ടമായത് ഈ കൊച്ചുബാലന്റെ സമ്മാനമാണ്. അവന്റെ അഭ്യർത്ഥനകളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതെ, തന്റെ മകന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കാനും അവന്റെ ഇഷ്ടങ്ങളിലേക്ക് തന്റെ ജീവിതത്തെ പരിമിതപ്പെടുത്താനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു എന്നതാണ് ആ ജീവിതത്തിന്റെ തനിമ. സ്നേഹത്തിനും കാരുണ്യത്തിനും സ്വർഗം നൽകിയ രൂപവും പ്രതിരൂപവും അമ്മ മേരിയായിരുന്നു. ഈശോയെ അനുകരിച്ച് ഈശോയുടെ വഴികളിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്കും മുന്നേറാം. മാതൃദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ അമ്മയുടെ മഹിമയുള്ള ഭാവവും മധുരശീലവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന കാരുണ്യത്തിന്റെയും നന്മയുടെയും പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റുവാങ്ങാം. ക്രിസ്തുവിന്റെ വിരൽ തുമ്പ് പിടിച്ച് പരിശുദ്ധ അമ്മ നേടിത്തന്ന കരുതലിന്റെ നല്ല ഓർമ്മകളെ ഉൾക്കൊള്ളാം. നന്മയായി തീരാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന്റെ സന്ദേശം ഞങ്ങൾക്ക് വഴികളിൽ വിളക്കായും ജീവിതത്തിൽ പ്രകാശമായും നയിക്കട്ടെ. അതിനെ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന്റെ സന്യാസ ജീവിതത്തിൽ സർവശക്തനായ ദൈവം പ്രകാശ കിരണങ്ങൾ ചൊരിഞ്ഞ് സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ മിനിയെ ടോക്ക് നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അതിനു മുൻപായി ഡോക്ടർ മിനിയെ പരിചയപ്പെടാം. ഡോക്ടർ BAMS പഠിച്ചത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് കണ്ണൂരിലാണ്. ഡോക്ടർ 17 വർഷമായി ഈ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയും പ്രൈവറ്റ് പ്രാക്ടീസ് ആൻഡ് കൺസൾട്ടന്റ് ആയി സിംസാർ ക്ലിനിക് ഡോംബിവലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലോക്ക്ഡൗൺ ആൻഡ് ഹെൽത്ത് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നാമുമായി പങ്കുവയ്ക്കുവാൻ ഡോക്ടർ ആഗ്രഹിക്കുന്നത്. നമ്മോടുള്ള സ്നേഹവും പരിചരണവും കരുതലുമെല്ലാം വളരെയധികം വിലമതിക്കുന്നതാണ്. നമ്മുടെ ഇടവകയിലും സമൂഹത്തിലും ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾ ഡോക്ടറിൻ്റെ എടുത്തു പറയാവുന്ന ഒരു വിശേഷണങ്ങളിൽ ഒന്നാണ്. ഡോക്ടറിൻ്റെ ക്ലാസ് നമുക്ക് ഫലപ്രദവും വിജ്ഞാനപ്രദവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോക്ടറിൻ്റെ ക്ലാസ് ശ്രവിക്കാം. എല്ലാവർക്കും മാതൃദിനത്തിൻ്റെ ആശംസകൾ. നമ്മളെല്ലാവരും നീണ്ട 2 വർഷത്തെ എന്ന് പറയാം ലോക്ക്ഡൗണിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഗവൺമെൻറ് പെർമിഷനൊക്കെ കിട്ടി പുറത്തിറങ്ങാൻ റെഡിയായി തുടങ്ങിയ സമയമാണ്. പലരും തന്നെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ സമയത്ത്, അതായത് നമ്മൾ ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ വീടിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരുന്നത് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള ചില ഡെഫിഷ്യൻസീസ്, പ്രത്യേകിച്ച് വൈറ്റമിൻ്റെയും മിനറലിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്, ഇത് എന്ത് രോഗമാണ്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ഏതോ രോഗമാണ്. പക്ഷെ അങ്ങനെയല്ല. പലർക്കും ഇന്ന് എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ ഒരു ഭൂരിഭാഗം പേർക്കും ഞാൻ കാണുന്നത് ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡെഫിഷ്യൻ്റായിട്ട് വരുന്നത് കാണാം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട വൈറ്റമിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന ഒന്നാണ് വൈറ്റമിൻ D. ഇതിൻ്റെ ഡെഫിഷ്യൻസിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്നത്. അതിപ്പോൾ ഇതിപ്പോൾ മധ്യവയസ്സുള്ള സ്ത്രീകളാവാം, അതല്ലെങ്കിൽ ഈവൺ പുരുഷന്മാരിൽ വരെ നമ്മളത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് കൂടി ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ D നമ്മുടെ ശരീരത്തിൽ സിന്തസിസ് ചെയ്യണമെങ്കിൽ, അതായത് ആ വൈറ്റമിൻ Dയുടെ സിന്തസിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ സൂര്യപ്രകാശത്തിനുണ്ട്. നമ്മൾ ഈ വീടിനകത്ത് അടച്ചുപൂട്ടിയിരുന്നത് കൊണ്ട് തന്നെ അതിപ്പോൾ എവിടെയാണെങ്കിലും, നാട്ടിലാണെങ്കിലും നമ്മുടെ ഫ്ലാറ്റിനകത്താണെങ്കിലും നമ്മൾ ഉള്ളിൽ പുറത്തിറങ്ങാൻ പേടിച്ച് അല്ലെങ്കിൽ റെസ്ട്രിക്ഷനൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്നത് കൊണ്ട് നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ ഡെഫിഷ്യൻസി, അതായത് സൂര്യപ്രകാശം ഏൽക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ Dയുടെ ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ D നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് നമ്മുടെ ബോണിനെയാണ് എഫക്റ്റ് ചെയ്യുക. എല്ലുകൾക്കൊക്കെ അതിനകത്തുള്ള കാൽസ്യം പതുക്കെ ബ്ലഡിൽ വരാനും എല്ലിനകത്തെ കാൽസ്യം കുറഞ്ഞ് എല്ലിൻ്റെ ബലം കുറയുന്നതിനും ഇത് കാരണമായി തീരും. ഓസ്റ്റിയോപൊറോസിസ്, ബോൺ ഡെൻസിറ്റി കുറയുന്ന ഒരവസ്ഥ വരും.
ഓസ്റ്റിയോപൊറോസിസ് കൊണ്ട് നമുക്ക് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്ക് പെയിൻ തന്നെയാണ്. പലപ്പോഴും കുറച്ച് ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അധികം നേരം നിൽക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ നല്ല ബാക്ക് പെയിൻ ഉണ്ടാവുക, കഴപ്പ് പോലെ തോന്നുക, അതുപോലെ മറ്റ് ജോയിൻസിലൊക്കെ വേദന ഉണ്ടാവുക. ഇതെല്ലാം വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നെ ഒന്നുള്ളത് മൂഡ് ചേഞ്ചസ്. നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ഇമോഷണൽ ചേഞ്ചസ് വരുന്നത്. അത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിൽ കാണാറുള്ള ഒരു സിംറ്റം തന്നെയാണ്. പിന്നെ മസിൽ ക്രാംസ്, നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ മസിൽ ഉരുണ്ട് കയറുക, നല്ല വേദനയായിരിക്കും അതിന്. അതിൻ്റെ റീസണും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മിക്കവാറും കണ്ടെത്തുക ഇതുപോലെയുള്ള ഡെഫിഷ്യൻസീസ് ആയിരിക്കും. അതുപോലെ ക്ഷീണം, രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം മതിയായില്ല എന്നൊരു തോന്നൽ, ജോലി എടുക്കാനൊന്നും വയ്യ, നമ്മൾ സാധാരണ പറയുന്ന സുസ്തി, അത് ശരിക്കും വൈറ്റമിൻ ഡിയുടെ അതുപോലെ മറ്റ് വൈറ്റമിൻസിൻ്റെ ഒക്കെയും കുറവിൽ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബ്ലഡിൽ ഈ വൈറ്റമിൻ D3യുടെ ലെവൽ എത്രയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് ലാബ് ടെസ്റ്റിൽ മനസ്സിലാവും. 30 നാനോഗ്രാം പെർ മില്ലി ലിറ്റർ എന്നുള്ള അത്രയുമാണ് നോർമൽ ലെവൽ പറയുന്നത്. അത് തൊട്ട് മുകളിലേക്ക് നോർമലാണ്. മിക്കപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാറുള്ളത് 10ൽ താഴെയാണ് ഇന്ന് പല പേഷ്യൻസിനും കാണുന്ന റിപ്പോർട്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ലെവലാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയും മിക്കവാറും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. അപ്പോൾ അതിലാദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിൻ്റെ വൈറ്റമിൻ ഡെഫിഷ്യൻസി നികത്താൻ ആവശ്യമായ സപ്ലിമെൻറ്റ്സ്, അത് ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഓറൽ സപ്ലിമെൻറ്റ്സ്, ഏതാണെങ്കിലും നമ്മൾ ആദ്യം അത് ചെയ്ത് അതിൻ്റെ നോർമൽ ലെവലിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ആഹാരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഈ വൈറ്റമിൻ ഡിനെ അതിൻ്റെ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് നോൺ വെജ് ഐറ്റംസാണ്. അപ്പോൾ പലപ്പോഴും ഇന്ന് നമ്മൾ തടി കൂടുന്നതുകൊണ്ടും മറ്റ് കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും പലപ്പോഴും നമ്മൾ ഇന്ന് നോൺ വെജ് ഡയറ്റ് പരമാവധി കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. മത്സ്യമായാലും മാംസമായാലും മുട്ടയായാലും പാൽ ഉൽപ്പന്നങ്ങൾ, ചീസ്, ബട്ടർ പോലെയുള്ള ഉൽപ്പന്നങ്ങളായാലും നമ്മൾ നമ്മുടെ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി വെജാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മഷ്റൂം, അത് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഒരു പ്രാവശ്യം നോർമൽ ലെവലിൽ വന്ന വൈറ്റമിൻ ഡിയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക എന്നുള്ളത് ഒരു നല്ല മാർഗ്ഗമാണ്. പക്ഷേ ഇതിനൊക്കെയും പുറമേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ശരിയായ രീതിയിൽ സൂര്യപ്രകാശം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സൺലൈറ്റ്, വെയിൽ കൊള്ളാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇങ്ങനെ ശരീരത്തിൽ തുടർന്നുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസും കൂടെ ഉണ്ടാവും. അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ പല രോഗങ്ങൾക്കും അടിമയായി തീരുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡെഫിഷ്യൻസീസ് നമ്മൾ അതിൻ്റെ കറക്റ്റ് ടൈമിൽ അത് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യാത്തത് കൊണ്ടാണെന്ന് പലപ്പോഴും നമ്മൾക്ക് അറിയാറില്ല. പലപ്പോഴും വലിയ കോംപ്ലിക്കേഷൻസ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ ചെറിയ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുന്ന ഒരവസ്ഥയിലെത്തുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ നമ്മൾ കറക്ഷൻ നടത്താതിരുന്നാൽ അധികകാലം നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാവുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറാണ്, BP കൂടുന്ന അവസ്ഥ. അതുപോലെ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവുന്ന അവസ്ഥ. റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ ആസ്തമ, വീസിങ് പോലെയുള്ള കണ്ടീഷൻസ്. അതുപോലെ ഇത് ഡയബറ്റീസിന് കാരണമായി തീരും. പലപ്പോഴും ജോയിൻറ്റ് പെയിൻ നമ്മൾ പറഞ്ഞില്ലേ, അത് ദീർഘകാലം നീണ്ടു നിന്ന് പിന്നീട് അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കും. അതുപോലെ ട്യൂബർകുലോസിസ്, TB ആയി തീരാം, ക്യാൻസറിലേക്ക് നയിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഒരു ഡെഫിഷ്യൻസി വലിയ രോഗത്തിന് കാരണമായി തീരുന്നതിന് മുൻപ് തന്നെ നമ്മളത് കണ്ടുപിടിച്ച് അതിന് ശരിയായ രീതിയിൽ ചികിത്സ നടത്തി അത് പരിഹരിക്കണം. അടുത്തത് വൈറ്റമിൻ B12.
വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ പ്രധാനമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്ന സിംറ്റം എന്ന് പറയുന്നത് അനീമിയയാണ്. അനീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുറവ്, രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, ക്ഷീണം, പിന്നെ ഓർമ്മക്കുറവ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള മൂഡ് ഡിസോർഡേഴ്സ്, പിന്നെ നമുക്ക് വിളറിയ ത്വക്കിന് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കളർ ഉണ്ടാവില്ല, അതിന് പകരം ഒരു മഞ്ഞ കലർന്ന ഒരു കളർ കാണാൻ പറ്റും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ഡിസീസാണ്. അപ്പോൾ ഈ വൈറ്റമിൻ B12 നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പലപ്പോഴും വൈറ്റമിൻ B കോംപ്ലക്സ് ഒക്കെ പലരും എടുക്കാറുണ്ട്. പക്ഷേ ഈ വൈറ്റമിൻ B കോംപ്ലക്സിന് ഒപ്പം തന്നെ മീഥൈൽ കൊബാലമീൻ അല്ലെങ്കിൽ സൈനോകൊബാലമീൻ എന്ന് പറയുന്ന വൈറ്റമിൻ B12 കൂടെ ആഡ് ചെയ്യേണ്ടത് പലപ്പോഴും ഒരു ആവശ്യമായി തീരാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തതിന് ശേഷം വൈറ്റമിൻ B12 കുറവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുക. സപ്ലിമെൻറ്റ്സ് എടുത്തതിന് ശേഷം അത് ഏകദേശം നോർമൽ ലെവലിൽ വന്നതിന് ശേഷം നമുക്ക് വൈറ്റമിൻ B12 ഉള്ള ആഹാരം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കാം. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആഹാരവും പ്രധാനമായിട്ട് നോൺ വെജ് തന്നെയാണ്. മത്സ്യം, മാംസം, പാൽ ഉൽപ്പന്നങ്ങൾ, ഓട്സ്, അതുപോലെ വെജിറ്റേറിയൻ ആണെങ്കിൽ മഷ്റൂം, ഇതെല്ലാം വൈറ്റമിൻ B12 ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥങ്ങളാണ്. ഇത് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ മറ്റ് കാര്യങ്ങൾ പേടിച്ചിട്ട്, അതായത് കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റോ ഒക്കെ പേടിച്ച് നമ്മൾ നോൺ വെജൊക്കെ പാടെ ഒഴിവാക്കുമ്പോൾ നമുക്കിതുപോലെയുള്ള ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ഡയറ്റിൽ ഉൾപ്പെടും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോക്ക്ഡൗണിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വില്ലനായി വന്നിട്ടുള്ളത് ഡയബറ്റീസ് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസ് എല്ലാം നിർത്തി നമ്മൾ വീട്ടിനകത്ത് ഇരിപ്പായപ്പോൾ പലരുടെയും ഡയബറ്റീസ് ലെവലിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഈ ഡയബറ്റീസ് എന്ന അസുഖത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകാതെ ഈ നമ്മൾ മുടക്കി വച്ചിട്ടുള്ള നമ്മുടെ എക്സസൈസ് പുനരാരംഭിച്ച് നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. അതിലൊന്ന് ഡയബറ്റീസാണ്. അപ്പോൾ ഡയബറ്റീസിൻ്റെ മരുന്നൊക്കെ പലരുടെയും ഒരുപാട് കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റിഡ്യൂസ് ചെയ്ത് നമ്മൾ പഴയ രീതിയിൽ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. 1 എക്സസൈസ്, 2 ശരിയായ ഭക്ഷണം, 3 ശരിയായ വിശ്രമം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളത് കൂടെ അതിൽ ഉൾപ്പെടുത്തണം. കാരണം ഇന്ന് പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ടും എല്ലാവരും ടെൻസ്ഡാണ്. രോഗത്തെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക സ്ഥിതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടെൻഷന് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ ഈ ടെൻഷൻ തന്നെ ഒരുപാട് രോഗങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ ടെൻഷൻ ഒഴിവാക്കി മനസ്സിനെ ഏറ്റവും സന്തോഷമുള്ള ഒരു അവസ്ഥയിൽ നിലനിർത്തുക എന്നുള്ളത് രോഗമില്ലാത്ത ഒരു ജീവിതത്തിന് അനിവാര്യമാണ്. താങ്ക് യു ഡോക്ടർ. വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയും നമ്മെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ഡോക്ടറിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ സർവശക്തനായ ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിൽ 50 വർഷവും 25 വർഷവും പിന്നിട്ട അമ്മമാരെ ആദരിക്കുകയാണ്. അവർ അവരുടെ ജീവിതമാകുന്ന നൗകയിൽ അതിൻ്റെ ഉയർച്ചയെയും താഴ്ചയെയും വളരെ സമചിത്തതയോടെ തുഴഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുവർണ അവസരത്തിൽ മാതൃസംഘടനയുടെ പേരിൽ അവരെ അഭിനന്ദിക്കുകയും ഇനിയും സർവശക്തനായ ദൈവം അവരുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും നേർന്നു കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
മാതൃസംഘടനാ ഭാരവാഹികൾ ആരൊക്കെ എന്ന് നമുക്ക് കാണാം. നമ്മുടെ മാതൃസംഘടനയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം വളരെയധികം വിലപ്പെട്ടതാണ്. തുടർന്നുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർവശക്തനായ ദൈവം ഇനിയും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ഈ സുവർണാവസരത്തിൽ നമുക്ക് ആശംസിക്കാം. നമ്മുടെ മാതൃസംഘടനയിലൂടെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ വളരെ മാതൃകാപരമായി നാം പലതരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്നുള്ളത് നമ്മെ സന്തോഷിപ്പിക്കുകയും ചാരിതാർത്ഥ്യം ഉളവാക്കുന്നതുമാണ്. ഈ സുവർണാവസരത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിലൂടെ ഒന്ന് കടന്നു പോകാം. നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ അമ്മമാർ നമുക്ക് ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനുമായി ഒരുക്കിയിരിക്കുന്നു. കാണാം, ആസ്വദിക്കാം. Thank you, Miss Priya. Hope you all are doing well. We are going through tough times, tough days. But days come, days end, and new day begins. So why get bothered so much? A good day will come soon, bringing out the smiles under everybody's mask. But can we do anything to contribute in this? To be cheerful and happy? Yes, we can be entertained. But why leave all the fun for the youngsters? We got to trick up our sleeves and we can entertain. So that, being said, proudly presenting, not bragging about myself, but the most important pillar at my household and the community, the ladies, our ammas, the ICC's Matrasangam. A mother, the strength behind every growing soul, an important part of our lives, to express the warmth and the grace of a mother through their performances. I present beautiful ammas from zone 1 and 2. അമ്മ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 സെക്കൻഡും നിന്നെ വയറ്റിൽ ചുമന്നവൾ, സ്വന്തം ആരോഗ്യത്തെക്കാളും നിന്റെ ആരോഗ്യം സംരക്ഷിച്ചിരുന്നവൾ, നിന്നെ കാണാൻ നോമ്പ് നോറ്റവൾ. നീ കണ്ണു തുറന്നതോടെ അമ്മയെന്ന പുണ്യം നുകർന്നവൾ. നീ വളർന്നു വാനോളം,
നിന്നെക്കുറിച്ച് അമ്മയും സ്വപ്നം കണ്ടു തുടങ്ങി. നീ കഴിക്കാതെ അവരും കഴിച്ചില്ല. നീ മെലിഞ്ഞപ്പോൾ അവരും മെലിഞ്ഞു. ജീവിത ആദ്യാക്ഷരം നീ കുറിച്ചു. വിദ്യ നീ പഠിച്ചു. ജീവിതം പഠിക്കാനായി നീ മറന്നുപോയി. ജീവിത പച്ചപ്പ് തേടി നീ പറന്നു. നീ സ്വപ്നം കണ്ട പോലെ സമ്പാദിക്കാൻ തുടങ്ങി. തിരക്കിനിടയിൽ നിന്റെ സൗഭാഗ്യത്തെ നീ മറക്കാൻ തുടങ്ങി. നിന്റെ സന്തോഷം അമ്മയുടെ നിറഞ്ഞ പ്രാർത്ഥനയാണെന്ന് നീ അറിഞ്ഞതില്ല. അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ പോലും നിനക്ക് വെറുപ്പായി തുടങ്ങി. വയസ്സാങ്കാലത്ത് നിന്നെ ആഗ്രഹിച്ചപ്പോൾ നീ അവർക്ക് കൊടുത്തത് വൃദ്ധമന്ദിരവും. അവിടെയും നിനക്ക് വേണ്ടി അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. നിന്നോടൊപ്പം ആഘോഷിക്കേണ്ട ഓണവും പെരുന്നാളും നിറ കണ്ണുകളോടെ എതിരേറ്റു. നിന്നെക്കുറിച്ച് വാനോളം പുകഴ്ത്തി സംസാരിച്ചു മറ്റുള്ളവരോട്. നീയില്ലാതെ അവരുടെ ലോകത്ത് തനിയെ യാത്ര ചെയ്തു, പരാതിയും പരിഭവവും ഇല്ലാതെ. ഒടുവിൽ ഒരായുസ് മൊത്തം നിനക്ക് വേണ്ടി കാത്തുനിന്നു. നീ എന്ന സങ്കടം ബാക്കിയാക്കി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നവൾ. ഒടുവിൽ നീ അറിഞ്ഞ് എത്തുമ്പോഴേക്കും എല്ലാം അവസാനിച്ചിരിക്കും. ഒന്നുറക്കെ കരയാൻ പോലും ആവാതെ ജീവനില്ലാത്ത ആ മനസ്സുപോലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന സത്യം നീ തിരിച്ചറിയും. കണ്ണുള്ളപ്പോൾ അതിന്റെ വില അറിയൂ. അമ്മയെ സ്നേഹിക്കും. നമുക്ക് ഇനി വേറെ കിട്ടില്ല പകരം വെക്കാനില്ലാത്ത പുണ്യം. ആ കണ്ണുകൾ നിറയാതിരിക്കട്ടെ. നഷ്ടപ്പെട്ട് വിലപിച്ച് ഫലമില്ലെന്നറിയുക. നമുക്കും ആ ഒരു കാലം അത്ര വിദൂരമല്ലെന്ന് മനസ്സിലാക്കുക. എത്ര ഉന്നതിയിൽ നാം എത്തിയാലും നമ്മെ നടക്കാൻ പഠിപ്പിച്ചവരോട് നന്ദികേട് കാണിക്കല്ലേ. മാതാവിന്റെ കാൽക്കീഴിൽ ദൈവം സ്വർഗത്തെ കൊണ്ടുവച്ചു. മാതാ, പിതാ, ഗുരു, ദൈവം. നമ്മുടെ എല്ലാ അമ്മമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടി പോരും പോവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിവാതിലിൽ എന്റെ മുട്ടിയില്ല. लुका छुपी बहुत हुई, सामने आ जाना, कहाँ कहाँ ढूंढा तुझे, थक गई है अब तेरी माँ, आजा सांझ हुई, मुझे तेरी फिक्र धुंधला गई, देख मेरी नजर आ जाना, आजा सांझ हुई, मुझे तेरी फिक्र धुंधला गई, देख मेरी नजर आ जाना. A a i i u u ri e o o an a. A a i u u ri e o o an a. उंगली पकड़ के फिर से सिखा दे, गोदी उठा लेना माँ, आंचल से मेरा मुंह पोंछ देना, मैला सा लागे जहाँ. आ आ ई ई उ उ री ए ओ ओ अन आ. आंखें दिखाए मुझे जब जिंदगी, याद मुझे आती है तेरे गुस्से की, डांटा भी तो तूने मुझे फूलों की तरह, क्यों नहीं माँ सारी दुनिया तेरी तरह. That was really fabulous performance we have seen presented by Zone 1 and Zone 2.
Thank you very much. A beautiful lady with a green garment who bleeds out life, Mother Nature. This selfless mother has been by our side since the world's beginning. To represent the beauty and the care that Mother Nature offers to us living beings, I present to you the powerhouse, the women from Zone 3. Some call me nature. Others call me Mother Nature. I've been here for over 4.5 billion years. 22,500 times longer than you. I don't really need people, but people need me. Yes, your future depends on me. When I thrive, you thrive. When I falter, you falter. Or worse. But I've been here for eons. I have fed species greater than you, and I have starved species greater than you. My oceans, my soil, my flowing streams, my forests, they all can take you or leave you. How you choose to live each day, whether you regard or disregard me, doesn't really matter to me. One way or the other. Your actions will determine your fate, not mine. I am nature. I will go on. I am prepared to evolve. Are you? फूलों ने जाके बूंदों से पूछा, बूंदों ने जाके मिट्टी से पूछा, फूलों ने जाके बूंदों से पूछा, बूंदों ने जाके मिट्टी से पूछा, हम कहाँ रहेंगे, हम कैसे खिलेंगे, हम कहाँ रहेंगे, हम कैसे खिलेंगे, हम कैसे जिएंगे। फूलों ने जाके बूंदों से पूछा, बूंदों ने जाके मिट्टी से पूछा, फूलों ने जाके बूंदों से पूछा, बूंदों ने जाके मिट्टी से पूछा, हम कहाँ रहेंगे, हम कैसे खिलेंगे, हम कहाँ रहेंगे, हम कैसे खिलेंगे, हम कैसे जिएंगे। अंधेरों से
sagamala 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 sa sanipa nipama sanipa nipama sani da samaga pama nipa sani da sani sa pani sani da sagamama pama pani pani sani sa Tom tanana dhirena dhirena Tom tanana dhirena dhirena Tom tanana dhirena dhirena Tom tanana dhirena dhirena Udana dhim tadana dhim tana dhirena Udana dhim tadana dhim tana dhirena Dhim tano 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 tadhirena Dhim tano tano Well, living up to the expectations. That's the powerhouse. Thank you, Zone 3. India, a country with many people, but one heart. A land where differences thrive together. An epitome of greatness. To celebrate and offer the respect that this golden land deserves, I present to you the gorgeous Ammas from Zone 4 and 5. Good evening, everybody. Kalyan രൂപതയുടെ കീഴിൽ നിലകൊള്ളുന്ന ICC മാതൃസംഘടനയുടെ മാതൃദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ അമ്മമാരുടെ ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരികൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങട്ടെ. സിന്ധു നദീതട സംസ്കാരത്തിൽ നിറുത്തിരിഞ്ഞ ഇന്ത്യ മഹാരാജ്യം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അടിമപ്പെട്ടതോടെ ഭാഷാടിസ്ഥാനത്തിൽ പുതിയ സംസ്ഥാനങ്ങൾ ഉടലെടുത്തപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ് തുടങ്ങിയ അനേകം മതങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. അപ്പോൾ ജാതി, മതം, നിറം എന്നിങ്ങനെയുള്ള വിഭജനവും അതിന്റെ അർത്ഥവും വ്യാഖ്യാനങ്ങളും പ്രശ്നങ്ങളായി തീരുകയും ചെയ്തു. എന്നാൽ വിഭാഗീയ ചിന്തകളൊന്നുമില്ലാതെ ഐക്യത്തോടെ ജീവിക്കണമെന്ന സ്വപ്നവുമായി ഗാന്ധിജി നേടിത്തന്ന സ്വാതന്ത്ര്യത്തെപ്പറ്റി നാം എപ്പോഴും അനുസ്മരിക്കണം. സമീപകാലത്ത് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യദിനം പോലുള്ള എല്ലാ ആഘോഷങ്ങളെയും വരവേറ്റത് മഹാപ്രളയക്കെടുതിയിൽ മുങ്ങിക്കൊണ്ടായിരുന്നു. ഈ വർഷവും സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, കൂടെ മഹാവ്യാധിയായ കോവിഡ് മുന്നിട്ടുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ഇന്നത്തെ വിദ്യാഭ്യാസം ഡിജിറ്റൽ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള അകക്കാഴ്ചകൾക്കും ദൂരക്കാഴ്ചകൾക്കും പ്രേരിതരാവുകയാണ് വിദ്യാർത്ഥികൾ. ലക്ഷ്യവും മാർഗവും ഒരുപോലെ വിശുദ്ധമാകേണ്ട വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്ന ഈ അവസരത്തിൽ അതിലെ തെറ്റും ശരിയും തിരിച്ചറിയാൻ മാതാപിതാക്കളും അധ്യാപകരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഇതിനിടയിലും ആദരവോടെ അനുസ്മരിക്കേണ്ടവരാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. പോലീസ്, കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, ഭരണമേഖലയിലുള്ളവർ ഇവരൊക്കെ സ്വന്തം ബന്ധങ്ങളോ സ്വന്തം നിലനിൽപ്പോ വകവെക്കാതെ എപ്പോഴും എവിടെയും സഹായഹസ്തവുമായി ഓടി നടക്കുന്നവരാണ്. ഇവരെയൊക്കെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ജാതി മത സ്പർദ്ധയില്ലാതെ ഒരു ഇന്ത്യയെ സ്വപ്നം കണ്ട് മഹാരഥന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഇന്ന് പലയിടത്തും കാണുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ലഹരിയുടെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും കുഞ്ഞുങ്ങളുടെ മേലുള്ള അതിക്രമങ്ങളും തുടർക്കറിയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാർക്ക് അഗ്രാഹ്യമായ
ജയ് ഹിന്ദ്, ജയ് ഭാരത്, ഭാരത് മാതാ കീ ജയ്. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുര വേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുര വേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ജാതി ദ്വേഷമതാത ചിന്തകൾ മാഞ്ഞു പോയൊരു ഭാരതം, സത്യധാർമ്മിക മൂല്യ സംഹിത ഇന്നും ഇവിടെ സനാതനം. ഭാരതം ഭാരതം മനോഹരം മനോഹരം, പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുര വേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ओ रांझना वे तेरी सांसों पे थोड़ा सा वतन का भी हक था, ना देख मुझे यूं मुड़ मुड़ के, तेरा मेरा साथ यही तक था. ये तेरी ज़मीं तेरे खून से ही तो सजती संवरती है रांझे, तेरे इश्क की मैं हकदार नहीं, तेरी हीर तो धरती है रांझे. तेरी मिट्टी में मिल जावा गुल बन के, मैं खिल जावा, इतनी सी है दिल की आरज़ू. तेरी नदियों में बह जावा, तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू. That was really a wonderful performance. Thank you so much. Saints, a word which always makes you think about inner peace. There have been many saints in the history of mankind who set an example for many lives. So today, to celebrate and honor their lives, I present to you a bevy of extraordinary beauties, the ladies from Zone 6 and 7. പ്രിയമുള്ളവരെ, 4 വിശുദ്ധകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഭാരതസഭ. ജന്മം കൊണ്ട് ആരുടെയും അമ്മമാരല്ലെങ്കിലും കർമ്മം കൊണ്ട് അനേകർക്ക് മാതൃവാത്സല്യം പകർന്നു നൽകിയവരാണ് ഈ പുണ്യവതികൾ. 2008 ഒക്ടോബർ 12 ഭാരതസഭയ്ക്ക് ആദ്യത്തെ വിശുദ്ധയെ ലഭിച്ചു. വിശുദ്ധ അൽഫോൻസാമ 35 വർഷത്തെ ഈ ലോകവാസത്തിനിടയിൽ കൊച്ചു കൊച്ചു ഉപവിപ്രവൃത്തികളിലൂടെ ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവളായി മാറി. വിശുദ്ധ ചാവറയച്ചൻ സ്ഥാപിച്ച കർമ്മല സഭയിലെ ആദ്യ വിശുദ്ധയായ എവുപ്രാസ്യാമ പ്രാർത്ഥനയുടെ അമ്മയായിരുന്നു. 1952 ഓഗസ്റ്റ് 29 അന്തരിച്ച അമ്മ സ്വർഗത്തിലും തന്റെ പ്രിയപ്പെട്ടവർക്ക് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അഗതികളുടെ അമ്മയായ മദർ തെരേസ അൽബേനിയയിൽ ജനിച്ച് ഭാരതം കർമ്മഭൂമിയാക്കി ലോകം മുഴുവൻ സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യപ്പെട്ട പുണ്യവതിയാണ്. പുത്തൻചിറ എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വിശുദ്ധയാണ് തിരുക്കുടുംബ സഭാസ്ഥാപകയായ വിശുദ്ധ മറിയം ത്രേസ്യ. കുടുംബങ്ങളുടെ കെട്ടുറപ്പിൽ വിശ്വസിച്ചിരുന്ന പ്രവാചകിയായിരുന്നു ഈ വിശുദ്ധ. ഈ ധന്യ ജീവിതങ്ങളെക്കുറിച്ച് ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ ഗാനത്തിലൂടെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്.
കാലമുയർത്തിയ നക്ഷത്രങ്ങൾ ഭാരതസഭയുടെ ദീപങ്ങൾ. കാലമുയർത്തിയ നക്ഷത്രങ്ങൾ ഭാരതസഭയുടെ ദീപങ്ങൾ. മദർ തെരേസ നിസ്തുലനാഥ വിശുദ്ധയാകും യവുപ്രാസ്യ. ജയ ജയ വിശുദ്ധ മറിയം ത്രേസ്യ. ജയ ജയ പാരിതിൽ അൽഫോൻസ. അമലോത്ഭവയാം ജനനിക്കെന്നും അനിതര വത്സല സുതരെന്നും. ജയ ജയ വിശുദ്ധ മറിയം ത്രേസ്യ. ജയ ജയ പാരിതിൽ അൽഫോൻസ. അമലോത്ഭവയാം ജനനിക്കെന്നും അനിതര വത്സല സുതരെന്നും. കുടമാളൂരിനു മകുടം നൽകി കാഞ്ചന താരകദ്യുതി പുൽകി. ഒരു നാളിൽ അഖിലേശൻ നിൻ സ്നേഹവായ്പ കൈക്കൊണ്ടു. ക്ലാരസഭാരാമലരെ വിശുദ്ധയായ അൽഫോൻസ. അമലോത്ഭവയാം ജനനിക്കെന്നും അനിതര വത്സല സുതരെന്നും. വിശുദ്ധയായ മറിയം ത്രേസ്യ കുടുംബ പ്രേഷിതയായൊരമ്മ. തിരുനാഥൻ തൻ കയ്യിൽ നിന്നും തിരുമുറിവേറ്റു വാങ്ങിയവൾ. നരക പിശാചിനെ ദൂരെയകറ്റാൻ സഹനങ്ങൾ കൊണ്ടു പൊരുതി. അമലോത്ഭവയാം ജനനിക്കെന്നും അനിതര വത്സല സുതരെന്നും. വിശുദ്ധയായ യവുപ്രാസ്യാമ വിടർന്നു മലരായൊല്ലൂരിൽ. പ്രാർത്ഥനയോടെ അമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ല. ഒല്ലൂർ കണ്ട വിശുദ്ധ ഇത ഇന്നെല്ലാവർക്കും പ്രിയമാർന്നോ. അമലോത്ഭവയാം ജനനിക്കെന്നും അനിതര വത്സല സുതരെന്നും. ആതുര സേവനം ജീവിതമാക്കി ആലംബഹീനർക്ക് തണലേകി. കൊൽക്കത്തയിലെ തെരുവീഥികളിൽ കാരുണ്യത്തിൻ മാലാഖ. വിശുദ്ധയായ മദർ തെരേസ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കാലമുയർത്തിയ നക്ഷത്രങ്ങൾ ഭാരതസഭയുടെ ദീപങ്ങൾ. മദർ തെരേസ നിസ്തുലനാഥ വിശുദ്ധയാകും യവുപ്രാസ്യ. ജയ ജയ വിശുദ്ധ മറിയം ത്രേസ്യ. ജയ ജയ പാരിതിൽ അൽഫോൻസ. അമലോത്ഭവയാം ജനനിക്കെന്നും അനിതര വത്സല സുതരെന്നും. അമലോത്ഭവയാം ജനനിക്കെന്നും അനിതര വത്സല സുതരെന്നും. Wow, that was saintly. Amma. As soon as we hear this term, we think of comfort. Just like there's woman taking care of you in the boundaries of her safety on earth, there's someone even bigger with charm and peace of her own, a wonderful soul. The only one who could bring Christ to our lives. Last but not the least, very correctly said, your inner potential cannot develop without your willingness and conscious participation. I really extend my heartfelt thanks to all my other participants who have put in their efforts to bring this event into a grand success. I request Grishma to please take over from here for vote of thanks. Thank you. Good evening to one and all present here. Reverend Father Sebastian, Animator Sister Saropia, all my dear Chechis, Anitis and dear friends. It is such an honor for me to get the opportunity to thank you all on behalf of DMS.
I am here to express my gratitude to all for their presence and contribution to make this Matru Dinam a great success. First and foremost, let me thank Honorable Director Sebastian Achan for supporting and encouraging us to carry out our activities. And thank you, Acha, for inspiring us with your words on this special day. I extend my gratitude to our animator sister Saropia for providing her immense support to make this day successful. Dr. Minnie Richard, as we all know about her, she is full of knowledge, and we are grateful to you for sharing your expertise and guiding us mothers, which is very important in this current scenario. For every program, there are multiple hands, and we all come together as one. And here I take the opportunity to thank President Priscilla Joji, all executives of DMS, zone coordinators, and unit representatives who helped in organizing and executing our online Matru Din. This is a virtual meet. There are still efforts needed for organizing and conducting. A big thank to Mrs. Raji Joseph, who was working hard for past few days to make virtual Matru Dinam program a successful one. I thank every participants and all the mothers of Dombivli Parish for being as a blessing and contributing your important role. Thank you, Priya Paul teacher and Lini Shaji, for your beautiful anchoring. That's all. As we leave here, may the love of God be with you all and grace of God be upon your life until we meet again. Bye-bye.